ശാലോം ടെലിവിഷനിലൂടെ നിങ്ങളുടെ സ്വീകരണ മുറികളിലെത്തുന്ന ഈ ഡെയിലി മിറർ പ്രോഗ്രാം വീണ്ടും ഒരിക്കൽ കൂടി അവതരിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഏവരെയും ഈ എപ്പിസോഡിലേക്കും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇതിലൂടെയുള്ള പരിചിന്തനങ്ങൾ വിശുദ്ധ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് എന്ന് നിങ്ങൾക്കറിയാം. അനുദിന ജീവിതവും വചനവും തമ്മിൽ ബന്ധപ്പെടുത്തിയുള്ള ചില പരിചിന്തനങ്ങളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നും പതിവ് പോലെ തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് 1-2 വാചകങ്ങൾ അതിനായി ഞാൻ വായിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. 16-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ഫരിസേയരും സദ്ദുക്കായരും യേശുവിനെ പരീക്ഷിക്കുവാൻ വന്നു. തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരടയാളം നൽകണമെന്ന് അവർ അവനോട് ആവശ്യപ്പെട്ടു. അവൻ പ്രതിവചിച്ചു, വൈകുന്നേരം നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്നിരിക്കുന്നു, കാലാവസ്ഥ പ്രസന്നമായിരിക്കും. രാവിലെ നിങ്ങൾ പറയുന്നു, ആകാശം ചെമന്ന് മൂടിയിരിക്കുന്നു, ഇന്ന് കാറ്റും കോളുമുണ്ടാകും. ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾ കഴിയുന്നു. എന്നാൽ കാലത്തിൻ്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ നിങ്ങൾക്ക് കഴിയുകയില്ലേ? ദുഷിച്ചതും അവിശ്വസ്തതുമായ തലമുറ അടയാളം അന്വേഷിക്കുന്നു. യോനായുടെ അടയാളമില്ലാതെ മറ്റൊരടയാളവും അതിന് നൽകപ്പെടുകയില്ല. അനന്തരം അവനവരെ വിട്ടുപോയി. ഫരിസേയരും സദ്ദുക്കായരും യേശുവിനെ പരീക്ഷിക്കാൻ ചെന്നു. തങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഒരടയാളം തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. എന്തിൻ്റെ അടയാളമാണ് ഇവർ ചോദിക്കുന്നത്? ഇവർ ചോദിക്കുന്നത് നീ ദൈവം അയച്ച മിശിഹായാണെന്നുള്ളതിന് അടയാളമായി ചോദിക്കുന്നത്. യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഒരവകാശവാദം ഉന്നയിക്കുന്നതായിരുന്നു. നേരിട്ട് ചുരുക്കമായിട്ട് യേശു അത് പറഞ്ഞിട്ടുള്ളൂ. പലപ്പോഴും അത് വ്യംഗ്യമായിട്ടായിരുന്നു. ഇത് യഹൂദന്മാർക്ക് മനസ്സിലായി. ഇവൻ സ്വയം മിശിഹായാണെന്ന് അവകാശപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ സ്വർഗ്ഗത്തിൽ നിന്നൊരടയാളം വേണം. നീ മിശിഹായാണെങ്കിൽ നിനക്ക് തീർച്ചയായിട്ടും സ്വർഗ്ഗത്തിൽ നിന്ന് ഒരടയാളം തരാൻ കഴിയും. യേശു എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് ഈ ഭൂമിയുടെ ആകാശത്തിൻ്റെ ഭാവഭേദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നു. പിന്നെ എന്തുകൊണ്ടാണ് ഞാൻ തരുന്ന എന്നിലൂടെ കാണുന്ന അടയാളങ്ങൾ തിരിച്ചറിയാൻ നിങ്ങൾക്ക് വിഷമം എന്താണ്? മിശിഹ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമെന്ന് ഉണ്ടാകുമെന്നൊക്കെ അവർ വിശ്വസിച്ചിരുന്നു. ജോർദാൻ നദിയിൽ യേശു ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ ചെല്ലുന്നു. എന്തുകൊണ്ടാണ് കൃത്യം ആ സ്പോട്ടിൽ തന്നെ ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ യേശു പോകുന്നത്? അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ പോകുന്നത്? യേശു എന്തെങ്കിലും പാപം ചെയ്തിട്ടല്ല. അതിലുപരിയായിട്ട് അന്നത്തെ യഹൂദ വിശ്വാസമനുസരിച്ച് യേശു ജ്ഞാനസ്നാനം സ്വീകരിച്ച ആ സ്ഥലത്ത് ജോഷുവായും കൂട്ടരും കാനാൻ ദേശത്തേക്ക് പ്രവേശിച്ച ആ സ്ഥലത്ത് അവിടെ ആയിരിക്കും മിശിഹ പ്രത്യക്ഷപ്പെടുക എന്ന് അവർ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അവിടെ പോയി ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നതിലൂടെ കർത്താവ് വെളിപ്പെടുത്തുന്നത് മറ്റൊന്നുമല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന ആ മിശിഹ തന്നെയാണ് ഞാൻ. ചോദിക്കുന്ന ഇതാണ്, കർത്താവ്, ഈ അടയാളം നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? എന്നിട്ടെന്തേ നിങ്ങൾ വിശ്വസിക്കാത്തത്? ഇനി നിങ്ങൾക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് അടയാളം വേണമോ? വീണ്ടും അവർ യേശുവിനെ പരീക്ഷിക്കുവാനായിട്ട്, അവരല്ല, പിശാച്
മരുഭൂമിയിൽ നിന്ന് കർത്താവ് 40 ദിവസം ഉപവസിച്ചതിന് ശേഷം ഇറങ്ങി വരുമ്പോൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. കല്ലുകൾ അപ്പമായി തീരട്ടെ, ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുക. എന്തായി പറയുന്നത്? മിശിഹ വരുമ്പോൾ സമൃദ്ധി ഉണ്ടാകും, എല്ലാവർക്കും ഇഷ്ടം പോലെ ഭക്ഷിക്കാനുണ്ടാകും. വലിയ അത്ഭുതങ്ങൾ കാണിച്ച് അവനിങ്ങനെ അപ്പം കൊടുക്കും ജനങ്ങൾക്ക്. അപ്പോൾ ഈ പിശാച് പറയുന്ന ഇതാണ്, 4 പേര് കാണട്ടെ നീയാണ് മിശിഹ എന്ന്. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തു ചാടാൻ പറയുമ്പോൾ അർത്ഥമാക്കുന്ന ഇതാണ്, മിശിഹ വരുമ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ എവിടെ നിന്നാണ് വരുന്നതെന്ന്. അവനിങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ജെറൂസലം ദേവാലയത്തിൻ്റെ മധ്യത്തിൽ ചാടി വന്ന് ഒരു സൂപ്പർമാനെ പോലെ നിൽക്കും. യേശുവിനെക്കുറിച്ച് ജനം പറയുന്നൊരു കാര്യമുണ്ട്, മിശിഹ വരുമ്പോൾ അവൻ എവിടെ നിന്നാണ് വരുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ ഇവൻ എവിടെ നിന്നാണ് വരുന്നത് നമുക്കറിയാം, അതുകൊണ്ട് ഇവൻ മിശിഹയല്ല. അപ്പോൾ ഈശോയോട് പിശാച് പറഞ്ഞതാണ്, നീ നിന്നെ തന്നെ തെളിയിച്ചു കൊടുക്കുക. ഇതുതന്നെയാണ് ഇവിടെ ഈ ഫരിസേയരും സദ്ദുക്കായരും ചോദിക്കുന്നത്, നീ ഒരു അടയാളം തരിക, നീ സ്വർഗത്തിൽ നിന്ന് വന്നവനാണ് എന്നുള്ളതിന്. കർത്താവ് പറയുന്നത് വേറെ അടയാളമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ അടയാളങ്ങളൊന്നുമില്ല, ഈ കാണുന്ന അടയാളങ്ങളൊക്കെയേ ഉള്ളൂ. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. പക്ഷേ പറ്റിയതെന്താണ്? ഇവർക്ക് ഈ അടയാളങ്ങൾ മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൻ്റെ കാരണം എന്താണ്? അത് മറ്റൊന്നും കൊണ്ടല്ല, അവർ വളരെ തെറ്റായ രീതിയിലാണ് മിശിഹായെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ പടുത്തുയർത്തിയത്. മിശിഹ എങ്ങനെയുള്ള ആളായിരിക്കും? ഇതിനു മുമ്പ് ചില എപ്പിസോഡുകൾ ഞാനത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ദാവീദിൻ്റെ പുത്രൻ, ദാവീദ് രാജാവാണ്, ചക്രവർത്തിയാണ്. അങ്ങനെയെങ്കിൽ മകനും ചക്രവർത്തിയായിരിക്കണം. അവൻ്റെ ചെങ്കോലിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അതിന് അവസാനം ഉണ്ടാവുകയില്ല, ദാവീദിൻ്റെ സിംഹാസനത്തിൽ ഒരുത്തനിരിക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിചാരിച്ചിരുന്നത് തങ്ങൾക്ക് ഒരു ചക്രവർത്തിയെ കിട്ടുമെന്നാണ്. അപ്പോൾ യേശു പറയുന്നത്, ഞാൻ അങ്ങനെയുള്ളൊരു ചക്രവർത്തിയല്ല, മിശിഹ അങ്ങനെയുള്ളൊരു വ്യക്തിയല്ല, ഇത് നിങ്ങൾ മനസ്സിലാക്കണം. മിശിഹ എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ ഭൗതികമായൊരു സാമ്രാജ്യം സ്ഥാപിക്കാനോ അല്ലെ നിങ്ങളെ റോമൻ അടിമത്തിൽ നിന്ന് മോചിപ്പിക്കാനോ ഒന്നും വരുന്നവനല്ല. പലപ്പോഴും യേശു അത്ഭുതങ്ങൾ പ്രകടിപ്പിച്ച് രോഗശാന്തി കൊടുക്കുന്ന നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ വായിക്കുന്നുണ്ട്. ഇതൊക്കെ ചെയ്തിട്ട് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിത് ആരോടും പോയി പറയരുത്, അല്ലെ നിങ്ങൾ പുരോഹിതന്മാർക്ക് മാത്രം നിങ്ങളെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അതുകൊണ്ട് എന്താ ഈശോ അർത്ഥമാക്കിയത്? ആരോടും പറയരുത് എന്നൊക്കെ പറഞ്ഞ അർത്ഥം, ഈ മിശിഹ വരുമ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളൊക്കെ പ്രവർത്തിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ ജനം ഇളകി മറിഞ്ഞ് ഇവനെ രാജാവാക്കാൻ ശ്രമിക്കും. ഈ കാര്യം റോമാക്കാരറിയും, റോമാക്കാർ വന്ന് എല്ലാം നശിപ്പിക്കും, അതോടെ മിശിഹായുടെ ദൗത്യം പരാജയപ്പെടും. ഇത് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ ആരോടും ഇതൊന്നും പറയരുത്. എന്നിട്ടും അവരൊരിക്കലും ഈശോയെ പിടിച്ച് രാജാവാക്കാൻ നോക്കി. അപ്പം വർദ്ധിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി ഇവൻ തന്നെ ആയിരിക്കും മിക്കവാറും, അങ്ങനെയാണ് ഇവനെ ആക്കിയേ മതിയാകും. അവരുടനെ അവനെ രാജാവാക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈശോ അവരുടെ ഇടയിലൂടെ നടന്ന് മറിഞ്ഞുപോയി, അവനതിന് തയ്യാറായില്ല. എപ്പോഴൊക്കെ അവരിങ്ങനെ ഈശോയെ അന്വേഷിച്ച് വരും, അപ്പോഴൊക്കെ ഈശോ അവരിൽ നിന്ന് മറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈ അടയാളങ്ങൾ ശരിക്കും മനസ്സിലാക്കുന്നില്ല. അടയാളങ്ങൾ മനസ്സിലാകാതെ പോയതിൻ്റെ കാരണം തെറ്റായ രീതിയിൽ അവർ മിശിഹായെക്കുറിച്ചുള്ള സങ്കല്പങ്ങൾ വളർത്തിയെടുത്തിരുന്നു എന്നുള്ളതാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് കൊലയ്ക്ക് കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റുവാങ്ങി നിശബ്ദനായി മരുഭൂമിയിലേക്ക് നടന്നു പോകുന്ന ആ കുഞ്ഞാടിനെ പോലെ പോകുന്ന ഒരു മിശിഹായാണ് ചിത്രീകരിക്കുന്നത്. ഇതവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് സങ്കടമാണ്. ശിഷ്യന്മാരുടെ അടുത്ത് ഈശോ പല പ്രാവശ്യത്ത് പറഞ്ഞു നോക്കി, അവർക്ക് സങ്കടമായി. കാരണം ഇങ്ങനെയുണ്ട് ഒരു മിശിഹായുള്ളൂ, അങ്ങനെയുള്ളൊരു മിശിഹ ഞങ്ങൾക്ക് വേണ്ട, അങ്ങനെയുള്ളൊരു മിശിഹയുടെ കൂടെ അല്ല ഞങ്ങൾ കൂടുന്നത്. അതുകൊണ്ടാണ് പത്രോസ് കർത്താവിനെ മാറ്റി നിർത്തിയിട്ട് പറയുന്നത്, ഞാനിങ്ങനെ മരിക്കും, പീഡകൾ സഹിക്കുന്നൊക്കെ ഈശോ പറയുമ്പോൾ
പത്രോസ് ഈശോയെ മാറ്റി നിർത്തിയിട്ട് പറയുന്നത്, കർത്താവേ നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ, നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അപ്പോൾ ഈ അടയാളങ്ങൾ കാണുമ്പോൾ തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. പ്രിയമുള്ളവരെ, കർത്താവ് നമുക്കൊരുപാട് അടയാളങ്ങൾ തരുന്നുണ്ട്. ഈ ഭൂമിയിൽ നമ്മുടെ ഈ ജീവിതകാലത്ത് ഒരുപാട് അടയാളങ്ങൾ തരുന്നുണ്ട്. ഈ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം. എന്തിനു വേണ്ടിയിട്ട് ദൈവം ഇത് തരുന്നു എന്നുള്ളത് തിരിച്ചറിയണം. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ദൈവം അടയാളങ്ങൾ തരും. ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ കാര്യവും ദൈവം തരുന്ന അടയാളമാണത്. ഏതെങ്കിലുമൊക്കെ ഞാൻ ചെയ്യാൻ അല്ലെ ഞാൻ ചെയ്യാതിരിക്കാൻ വേണ്ടി ദൈവം തരുന്ന അടയാളങ്ങളാണിതെല്ലാം. ഇതുതന്നെയാണ് നമ്മുടെ സഭയുടെ ജീവിതത്തിൽ സംഭവിക്കുക, ഈ ലോകത്തിൽ സംഭവിക്കുക. ദൈവം തരുന്ന അടയാളങ്ങളാണിതെല്ലാം. ഈ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞ് നമ്മൾ അതിനെ ആ രീതിയിൽ തിരിച്ചു വിടേണ്ടതായിട്ടുണ്ട്. എങ്കിലേ നമുക്ക് അതിജീവനം സാധ്യമാവുകയുള്ളൂ. നമുക്ക് കർത്താവ് ഉദ്ദേശിക്കുന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. നമ്മൾ ഈ അടയാളങ്ങൾ വായിക്കണമെങ്കിൽ അടയാളങ്ങൾ വായിക്കാൻ തക്ക കഴിവ് നമുക്ക് വേണ്ടേ? അത് നമുക്കുണ്ടായാൽ മതിയാകും. അപ്പോൾ നമ്മൾ കണ്ണും കാതും തുറന്നിരിക്കണം. എങ്കിലേ നമുക്കത് തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. നമ്മൾ കണ്ണടച്ച് അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം നോക്കി വീട്ടിൽ കയറി കഥകടച്ചിരുന്നാൽ ഈ അടയാളങ്ങൾ നമുക്ക് വായിച്ചറിയാൻ പറ്റില്ല. അടയാളങ്ങൾ വായിച്ചറിയുക മാത്രമല്ല, അതിനനുസരിച്ച് പ്രതികരിക്കാൻ നമ്മൾ തയ്യാറാവുകയും വേണം. അടയാളങ്ങൾ മനസ്സിലായി, അതുകൊണ്ട് ഒന്നുമായിട്ടില്ല. നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുവാൻ തയ്യാറാകണം. നമ്മുടെ സഭാജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തരുന്ന ഒരുപാട് അടയാളങ്ങളുണ്ട്. ഇന്നിപ്പോഴും ഒരു അടയാളമായിട്ട് നമുക്കെടുക്കാം. ദൈവം തരുന്ന അടയാളം, നമ്മുടെയൊക്കെ സമൂഹത്തിൽ വൈദിക സന്യസ്ത ജീവിതത്തിലേക്കുള്ള വിളികൾ കുറഞ്ഞു വരികയാണ്. ദൈവം തരുന്ന ഒരു അടയാളമായിട്ട് ഇതിനെ സ്വീകരിച്ചുകൂടെ? എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ദൈവം അറിയാതെ അല്ലല്ലോ. ദൈവത്തിൻ്റെ സഭയെ നയിക്കാൻ ആവശ്യമുള്ളവരുണ്ടാകണമെന്നുള്ള വസ്തുത ദൈവത്തിന് അറിഞ്ഞുകൂടാത്തതല്ലല്ലോ. അപ്പോൾ അത് കുറഞ്ഞു വരുന്നെങ്കിൽ അത് ദൈവം തരുന്ന ഒരടയാളമാണ്. ആ അടയാളം എന്താണ്? നമ്മളുടെ ഈ ശൈലിയിൽ ഒരു മാറ്റം വരുത്താൻ ഒരു പക്ഷേ സമയമാകുന്നു എന്ന് ദൈവം തരുന്ന അടയാളങ്ങളാണ്. വൈദികരും സന്യസ്തരും മാത്രമല്ല, എല്ലാവരും ഈ സഭയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തത്തിലേക്ക് വരാൻ കാലമായി എന്ന് ദൈവം നമുക്ക് തരുന്ന അടയാളങ്ങളാണ്. ഒരു കാലഘട്ടത്തിൽ വൈദികർ സന്യസ്തരൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ. ഇന്നൊരു പക്ഷേ അങ്ങനെ ആവണമെന്നില്ല. ഇന്ന് അതിലൊക്കെ എത്രയോ കൂടുതൽ വിദ്യാഭ്യാസമുള്ളവർ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അത്രയും വിദ്യാഭ്യാസമുള്ളവർ ഉള്ള ഈ സമൂഹത്തിൽ വൈദികർ സന്യസ്തരും കുറഞ്ഞു വരുമ്പോൾ ദൈവം പറയുന്നത് എന്താണ്? നിങ്ങളുടെ പങ്കാളിത്തം കൂടണം. നിങ്ങളുടെ പങ്കാളിത്തം കൂടിയെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ. ഇതൊരടയാളമാണ്. നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു കാലഘട്ടത്തിൽ എല്ലാം കൃഷിക്കാരായിരുന്നു നമ്മൾ. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഒരുപാട് പേര് ജോലി, സർക്കാർ ജോലിയും സ്വകാര്യ കമ്പനികളിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് 55-ലും 58-ലും 56-ലും ഒക്കെ റിട്ടയർ ചെയ്തിരിക്കുന്നുണ്ട്. ഈ ആളുകൾക്ക് ഈ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടന്നു വരണം. ഈ വൈദിക സന്യസ്ത ജീവിതങ്ങളിലുണ്ടാകുന്ന കുറവിനെക്കുറിച്ച് നമ്മൾ വിലപിച്ചിരുന്നിട്ട് കാര്യമില്ല. അതതിൻ്റെ അനിവാര്യതയാണ്. മക്കൾ കുറഞ്ഞു പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എണ്ണം കുറയുന്നുള്ളതിൽ ഒരതിശയമില്ല. കുറയുന്നതിൽ മുൻപ് 8, 10, 12 മക്കളുണ്ടായിരുന്നപ്പോൾ നമുക്ക് ലഭിച്ചിരുന്നത്ര വൈദികരെ സന്യസ്തർ ഇന്നില്ല. അതിൻ്റെ കാരണം മക്കളില്ലത് തന്നെ. 100 മക്കളുണ്ടായിരുന്നപ്പോൾ 25 വൈദികരെ കിട്ടിയിരുന്നിടത്ത് 10 മക്കളുള്ളപ്പോൾ 2.5 വൈദികരെ ഉണ്ടാവുള്ളൂ. അത് നോർമൽ, ഒരു സ്വാഭാവികമായിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു നാച്ചുറൽ ലോജിക്കാണത്. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്: ഈ ദൈവം തരുന്ന അടയാളങ്ങളെ നമ്മൾ എപ്രകാരം സ്വീകരിക്കുന്നു? ഇവിടെ നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു ഉത്തരവാദിത്വം നിർവഹിക്കാനായിട്ടുണ്ട്. ഈ റിട്ടയർ ചെയ്ത ആളുകൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ഈ സമൂഹത്തിന്,
നമ്മുടെ ഈ സഭാസമൂഹത്തിനും പൊതുസമൂഹത്തിനും നന്മ ചെയ്യുന്ന രീതിയിലേക്ക് കടന്നു വന്നുകൂടാ? സന്നദ്ധ സേവകരായിട്ട് കടന്നു വരാമല്ലോ. സാമ്പത്തികമായിട്ട് നല്ല ശേഷിയുള്ളവരാണ് മിക്കവരും. അവർക്ക് ഈ സന്നദ്ധ സേവനം ചെയ്താൽ തീർച്ചയായിട്ടും സഭാസമൂഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒരു കാലഘട്ടത്തിൽ നമുക്കറിയാം, നമ്മളുടെ പള്ളികളും ഒക്കെ പണിയാനായിട്ട് മറ്റ് രാജ്യങ്ങളിലുള്ളവർ സഹായിച്ചിരുന്നു. ഇന്നിപ്പോൾ അവർ സഹായിക്കുന്നില്ല. ഇതൊരടയാളമല്ലേ? നമ്മൾ സ്വന്തം കാലിൽ നിൽക്കാൻ തയ്യാറാകണം എന്നുള്ളതിൻ്റെ അടയാളമല്ലേ? മുൻപ് സെമിനാരി വിദ്യാർത്ഥികളെയൊക്കെ പഠിപ്പിക്കാനായിട്ട് വിദേശങ്ങളിലുള്ളവർ തയ്യാറായിരുന്നു. ഇന്ന് അവർ തയ്യാറല്ല, അല്ലെങ്കിൽ അതിനുള്ള ആളുകളില്ല. ഇതെല്ലാം ദൈവം തരുന്ന അടയാളങ്ങളല്ലേ? നമ്മൾ നമ്മുടെ തന്നെ നാട്ടിൽ ആവശ്യമുള്ള പണം സംഭരിച്ച് ഇതെല്ലാം ചെയ്യണമെന്നുള്ള ആ അടയാളം നമുക്കെന്തായി തിരിച്ചറിയാൻ പറ്റാത്തത്? ഇത് നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ള അതിജീവനം സാധ്യമാവുകയുള്ളൂ. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. കാലങ്ങൾ മാറി, ആശയങ്ങൾ മാറി. ദൈവം തരുന്ന ആ ഒരു അടയാളം, മുൻകാലങ്ങളിൽ വലിയ ദേവാലയങ്ങളൊക്കെ പണിതുയർത്തി നമ്മളുടെ ആ ഒരു പ്രൗഢി നമ്മൾ പ്രകടമാക്കിയിരുന്നു. ഇന്നത്തെ തലമുറകൾക്ക് അതൊന്നും ആഗ്രഹമില്ല, താല്പര്യമില്ല. അപ്പോൾ നമ്മൾ ഈ നമ്മുടെ പുതിയ തലമുറ, യുവതലമുറയൊക്കെ ദൈവാലയങ്ങളിൽ നിന്ന് അകന്നു പോകുന്നെങ്കിൽ അതും ഒരു അടയാളമല്ലേ? ദൈവം തരുന്ന അടയാളങ്ങൾ. എവിടെയോ നിങ്ങളുടെ ദൈവാലയത്തിൽ ഇവർക്ക് ഈ ദൈവത്തെ അനുഭവിക്കാനുള്ള സാഹചര്യം ഇല്ലാതാകുന്നു എന്നതിൻ്റെ അടയാളമായിട്ട് ഇതിനെ സ്വീകരിക്കാൻ കഴിയില്ലേ? അപ്പോൾ ഇവർക്ക് കൂടി ദൈവത്തെ അനുഭവിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഇടങ്ങളായിട്ട് നമ്മുടെ ഇടവകൾ മാറണം, ദൈവാലയങ്ങൾ മാറണം. അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഇവരിലേക്ക് വ്യാപിപ്പിക്കാൻ വേണ്ടിയിട്ട് ദൈവം തരുന്ന ചില അടയാളങ്ങളാണിതെല്ലാം. ഈ അടയാളങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഭാരതം എടുക്കുകയാണെങ്കിൽ പരസ്പരം ജാതികൾ തമ്മിലുള്ള വഴക്ക്, മതങ്ങൾ തമ്മിലുള്ള വഴക്കൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഇതിലൂടെ ദൈവം ചില അടയാളങ്ങൾ തരുന്നില്ലേ? എന്താ അടയാളങ്ങൾ? നമ്മളുടെ പ്രവർത്തന ശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയെങ്കിലേ ഈ മതങ്ങളും വർഗങ്ങളും തമ്മിലുള്ള സമാധാനപൂർണമായിട്ടുള്ള സഹവർത്തിത്വം സാധ്യതമാവുകയുള്ളൂ. ഒരു 50 കൊല്ലം 75 കൊല്ലം മുമ്പ് ക്രൈസ്തവർ സമൂഹത്തിൽ ഉന്നതരായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പള്ളികളും അവരുടെ സംവിധാനങ്ങളൊന്നും കണ്ട് ആർക്കും അസൂയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഇന്നങ്ങനെയല്ല. ഇന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞു. അതിനർത്ഥം എന്താണ്? നമ്മളുടെ ശൈലികളിൽ മാറ്റങ്ങൾ വരുത്താൻ ദൈവം തരുന്ന അടയാളങ്ങളാണിതെല്ലാം. ഈ അടയാളങ്ങളെ നമ്മൾ അതിനെ നിഷേധാത്മകമായി കാണാതെ ഭാവാത്മകമായിട്ട് പോസിറ്റീവായിട്ട് കണ്ടുകൊണ്ട് നമുക്കതിനെല്ലാം സ്വീകരിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ വളരെ നല്ല മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുവാനായിട്ട് കഴിയും. അതുപോലെ നമ്മളുടെ മക്കളുടെ കാര്യമെടുക്കുക. മുൻകാലങ്ങളിൽ കൂട്ടുകുടുംബങ്ങളായിരുന്നു. മക്കളെല്ലാം കുടുംബത്തിലുണ്ടാകുക, കല്യാണമൊക്കെ കഴിച്ചാലും അവർ അയൽവക്കത്തൊക്കെ ഉണ്ടാകുമായിരുന്നു. ഇന്നങ്ങനെയല്ല. അവർ പഠിക്കാൻ പോകുന്നു, പിന്നെ അവിടെ ജോലിയായി, പിന്നെ അവർ തിരിച്ചു വരുന്നില്ല. ഈ മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റയ്ക്കാകുന്നു. ഇവരെങ്ങനെ ജീവിക്കും? അപ്പോൾ ദൈവം സാവധാനം നമുക്ക് ചില അടയാളങ്ങൾ തരുന്നുണ്ട്. അതായത് നിങ്ങളുടെ ആ മുൻപുണ്ടായിരുന്നത് പോലെയുള്ള ശൈലിയിൽ ഇനി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങളുടെ വാർദ്ധക്യമൊക്കെ വരുമ്പോൾ വ്യത്യസ്തമായ രീതിയിൽ നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഇനി ഒരുപാട് സമ്പാദിക്കേണ്ട കാര്യമില്ല. മക്കൾക്ക് വേണ്ടി അവർ തന്നെ സമ്പാദിച്ചുകൊള്ളും. നിങ്ങൾക്കുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഒരു പക്ഷേ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ വാർദ്ധക്യത്തിന് വേണ്ട കാര്യങ്ങൾ ഒരുക്കുക. അതോടൊപ്പം തന്നെ ഈ സഭാ സംവിധാനങ്ങളിലേക്കും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കുമൊക്കെ പങ്കുവെച്ച് കൊടുക്കാനായിട്ട് തയ്യാറാവുക. ദൈവം തരുന്ന അടയാളങ്ങളാണിതെല്ലാം. മക്കൾ പോയി ഒറ്റയ്ക്കായി, ഇനി എന്ത് ചെയ്യും? മക്കൾക്ക് വേണ്ടി സംഭരിച്ചു വെച്ച സ്വത്ത് ആർക്ക് കൊടുക്കും? അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഇതാണ്. ഈ കാലത്തിൻ്റെ അടയാളങ്ങൾ എന്ന് പറയുന്നത് ദൈവം പ്രകൃതിയുടെ ഭാഗമായിട്ട് തന്നെ തരുന്നതാണ്. നമുക്ക് വളരെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഉള്ള അടയാളങ്ങളൊന്നും ദൈവം തന്നെന്ന് വരില്ല. മിശിഹ ഇങ്ങനെ ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് ചാടി വന്നെന്ന് വരുന്നില്ല. നസ്രത്തിൽ നിന്ന് വരുന്ന
ഒരു സാധാരണ ആശാരി ചെറുക്കനായിട്ടാണ് മിശിഹ പ്രത്യക്ഷപ്പെടുന്നത്. ആ മിശിഹായെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ വ്യക്തിജീവിതത്തിലും സഭാജീവിതത്തിലും പൊതുസമൂഹത്തിലുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തിൻ്റെ അടയാളങ്ങളെ തിരിച്ചറിഞ്ഞ് അവയെ വായിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ഈ സമൂഹ ജീവിതത്തെയും എല്ലാം ശരിയാവണ്ണം തിരിച്ചുവിടാനായിട്ട് നമുക്ക് കഴിയട്ടെ. അത് കഴിയുമ്പോൾ അങ്ങനെ സാധിക്കുകയാണെങ്കിൽ നമ്മളൊന്നും ഭയപ്പെടേണ്ടതില്ല. നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. അതില്ലാതെ വന്നാൽ തീർച്ചയായിട്ടും നമ്മളൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് ഒരു പൊട്ടക്കിണറ്റിലേക്ക് പിടിച്ചിട്ടതുപോലെയുള്ള അനുഭവങ്ങളുണ്ടാകും. ഇതിനെ നമ്മൾ കണ്ണും കാതും തുറന്നിരുന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. നിന്നെ മനസ്സിലാക്കുവാനായിട്ട് യഹൂദന്മാർക്ക് നിൻ്റെ പിതാവ് കൊടുത്ത അടയാളങ്ങൾ അവർ സ്വീകരിക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം മറ്റൊന്നുമല്ല, നിന്നെക്കുറിച്ച് മിശിഹായെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന തെറ്റായ ധാരണകൾ. കർത്താവേ, ഞങ്ങൾക്കും അതുപോലെ തന്നെ മിശിഹായെക്കുറിച്ച് ഞങ്ങളുടെ ക്രൈസ്തവ ജീവിതത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ ധാരാളമായിട്ടുണ്ട്. അവയെല്ലാം മാറ്റി നീ തരുന്ന അടയാളങ്ങളെ ശരിയാമണ്ണം വായിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതങ്ങളെയും ഞങ്ങളുടെ സഭാജീവിതത്തെയും സമൂഹ ജീവിതത്തെയും എല്ലാം തിരിച്ചുവിടാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ കർത്താവ് നേരായ മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട് പ്രേരിപ്പിക്കണമേ. ഞങ്ങളോട് കൂടി നീ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.